കൽബിലൊരൊപ്പന പാട്ടുണ്ടേ, കയ്യിൽ മുന്തിരിച്ചാറുണ്ടേ. കൽബിലൊരൊപ്പന പാട്ടുണ്ടേ, കയ്യിൽ മുന്തിരിച്ചാറുണ്ടേ. ഇശുക്കിന്റെ നിഹ്മത്തിൽ അല്ലാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. സക്കാത്ത് കൊടുക്കാത്ത നിസ്കാര തഴമ്പ് പടച്ചോൻ കാണൂല, നമ്മുടെ പടച്ചോൻ കാണൂല. അയ്യോ, അങ്ങനെ നമ്മൾ ഹൈറിച്ച് ഗുദാഗവ എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. പുതിയ വിധിയൊക്കെ വന്നിട്ടുണ്ട്. ഇത്ര വിധി പ്രാവശ്യം മുമ്പേ വന്നതാണ്, ഒരു വിധി കൂടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വിധി ഇച്ചിരി അന്യായ വിധിയാണ്. ഹൈറിച്ചുകാരെന്നത് ഉൾക്കൊണ്ടിട്ടേ ഇല്ല. ചില പേജുകളിലൊക്കെ പോസിറ്റീവാണെന്ന് പറയുന്നത്, 1-2 പേജുകളിൽ മാത്രം ഇച്ചിരി നെഗറ്റീവ് ഉണ്ട്. നമുക്ക് സഹിക്കാം, ബാക്കി ഫുൾ പോസിറ്റീവാണെന്ന് പറയുന്നത്. അതായത് കോടതിയുടെ കണ്ടെത്തലുകൾ ഒരുപാടുണ്ടേ. ബൃഹത്തായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് കോടതി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഹൈറിച്ചുകാർ അവിടെ വാദിച്ചിട്ടൊക്കെ ഉണ്ട്. ഹൈറിച്ചുകാരുടെ വാദം വ്യക്തമാണല്ലോ, ഷീറ്റിൽ നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ അവർ പറഞ്ഞത്, അവരുടെ മെയിൻ പോയിന്റ്, ഞങ്ങളുടെ കമ്പനി ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് FIRകൾ വന്നത്. അതുകൊണ്ട് ആ FIRകളൊന്നും കള്ളക്കളിയാണെന്ന് പറഞ്ഞില്ല പണ്ട് നമ്മൾ, അതേപോലെ അത് കള്ളക്കളിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ കോടതിയുടെ വ്യക്തമായ നിരീക്ഷണമുണ്ട്. ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് പോലും, ഇത്തരത്തിൽ നടക്കുന്ന പോൺസി സ്കീമുകളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് പോലും കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് ഈ വിഷയത്തിൽ നടപടിയെടുക്കാമെന്നാണ് പറഞ്ഞത്. ഇത്തരം വിഷയങ്ങളിൽ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് നടപടിയെടുക്കാമെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഡെപ്പോസിറ്റ്, നിങ്ങൾക്ക് ഈ ഫണ്ട് സ്വീകരിക്കാനുള്ള അധികാരം ആര് തന്നു എന്നാണ് കോടതി ചോദിക്കുന്നത്. ഒരു റെഗുലേഷൻ അതോറിറ്റിയുടെയും റെഗുലേഷൻ ഇല്ലാതെ ഇവിടെ ആളുകളുടെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങാൻ നിങ്ങൾ ആര് റൈറ്റ്സ് തന്നു, ആര് നിങ്ങൾക്ക് അനുവാദം തന്നു എന്നാണ് ചോദ്യം. അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഹൈറിച്ചുകാർ അംഗീകരിക്കില്ല. കാരണം അവർ സ്വപ്ന ലോകത്തെ ബാലാഭാസ്കരന്മാരാണ്. അവർ ഇതാ പൂളിംഗം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് വരും പൂളിംഗം, നാളെ വരും പൂളിംഗം, മറ്റന്നാൾ വരും പൂളിംഗം, അതിൻ്റെ വിറ്റന്നാൾ വരും പൂളിംഗം. ഇനി പണിക്ക് പോകണ്ട, ഇനി ഒന്നും ചെയ്യണ്ട, ഇനി ഇവിടെ കിടന്നുറങ്ങിയാൽ നമുക്ക് ഫണ്ട് കിട്ടും, ഡാരൻ ബഫറ്റ് പറഞ്ഞിട്ടുണ്ട് പണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തിയടിക്കുന്ന ഹൈറിച്ചോളികളെ ഓർത്ത് കഷ്ടമാണ്. ഈ വിധിയൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അന്ന് തെറി വിളിച്ചു, അന്ന് ഞങ്ങളെ ബോഡി ഷേമിംഗ് നടത്തി, വീട്ടുകാരെ തെറി വിളിച്ചു, വീട്ടിലുള്ള കൊച്ചു കുട്ടികളെ പോലും തെറി വിളിച്ചു. അഭിലാഷ് എന്ന് പറഞ്ഞിരുത്തുണ്ട്, അഭിലാഷ്, അവൻ്റെ തെറി ഞാൻ ഈ ചാനലിട്ടിരുന്നു. അവനൊക്കെയാണ് ഹൈറിച്ചിനെ ഇങ്ങനെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ഇതിൽ പണം നഷ്ടപ്പെട്ട ആളുകളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, അങ്ങനെ കുറേ എണ്ണം, അജിത് ഷാജി, റാഫേൽ നദാലോ, എന്താ അവൻ്റെ പേര്, എനിക്ക് അവൻ്റെ പേര് പെട്ടെന്ന് കിട്ടില്ല, അയ്യൂബ് ഖാൻ, പിന്നെ ഒരു യൂട്യൂബ് നടത്തുന്ന ചങ്ങാതിയുണ്ട്, ദിൽബർ, ലോജിക്കൽ ടോക്ക്, ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഈ വിഷയത്തിൽ പണം ലഭിക്കാനുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോയവർക്കേ ഉള്ളൂ. ഈ വിഷയത്തിൽ പണം നഷ്ടപ്പെട്ടവർക്ക് കോടതിയെ സമീപിച്ചുകൊണ്ട് അവരുടെ പണം തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ട്. കേസിന് പോണ്ട മക്കളെ, കേസിന് പോണ്ട, കേസ് പോയാൽ ഒന്നും കിട്ടത്തില്ല, കേസിന് പോയി കഴിഞ്ഞാൽ പൈസയെ കിട്ടില്ല എന്നാണ് മിസ്റ്റർ സഫ്വാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു സഫ്വാനുണ്ട് ഹൈറിച്ചിൽ, അവനാണ് ഞങ്ങളോട് പണ്ട് പറഞ്ഞത് യുവർ വർക്ക് ഈസ് കമ്മിങ് എന്ന്. അവൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പണി വരുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അവൻ്റെ വിദ്യാഭ്യാസ ഇല്ലായ്മയും പിന്നെ എന്താ പറയുക, മോയന്ത സ്വഭാവം കൊണ്ട് അവനക്ക് അങ്ങനെയാണ് പറയാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് അവനക്ക് ആവുന്നതും ചെയ്തു, അണ്ണാരക്കണ്ണനും തന്നാലായത്. അവൻ പറഞ്ഞ കാര്യമാണ് യുവർ വർക്ക് ഈസ് കമ്മിങ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. കോടതി പുതിയ വിധിയിടുന്നു. അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ നടത്തിയ നടപടിയുമെല്ലാം അതുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് കോടതിയുടെ വിധി. വിധിപ്പകർപ്പ് എല്ലായിടത്തും അവൈലബിൾ ആണ്, വേണ്ടവർക്ക് നമ്മളെടുത്ത് വന്നാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ഇനിയും മനസ്സിലാക്കുക ഹൈറിച്ചോളികളെ. നിങ്ങളെ പറഞ്ഞ് നന്നാക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചാപ്റ്റ് GPT വിദഗ്ധന്മാരുടെ, അതുപോലെ തന്നെ കോടതി വിധികൾ വളച്ചൊടിച്ച് വീഡിയോ ചെയ്യുന്നവന്മാരുടെ, സത്യങ്ങൾ മറച്ചുവെച്ച് അസത്യങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് പരത്തുന്ന ആളുകളുടെ ഒക്കെ പിടിയിലാണ് നിങ്ങളുള്ളത്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. 2025 ആയിട്ടും ബോധമില്ലാതെ നടക്കുന്ന പ്രിയപ്പെട്ട ഹൈറിച്ചോളികളെ, നിങ്ങളെ ഓർത്ത് സഹതാപം മാത്രം. നന്ദി, നമസ്കാരം.